നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോ സ്വന്തം മകൻ തന്നെ ലക്ഷങ്ങൾ വാങ്ങി ചതിച്ചില്ലേ? വീട് പണി നടക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ് നിരാശപ്പെടാതമ്മേ. അച്ഛന്റെ അമ്മയുടെ സ്വപ്നമല്ലേ ആ വീട്. അതിന്റെ പണി നടക്കും. നാളെ തന്നെ അമ്പലത്തിൽ പോയി കല്ലിടിയിൽ ചടങ്ങിനുള്ള സമയം കുറിക്കണോ അച്ഛാ? എനിക്കിപ്പോ ജോലിയുണ്ടല്ലോ, പറ്റുന്ന പണം തന്ന് ഞാനും സഹായിക്കാം. നീ എന്താ മോളെ ഈ പറയുന്നത്? നക്കാപ്പിച്ച പണം കൊണ്ടൊന്നും വീട് പണി നടക്കില്ല. ഒറ്റയടിക്ക് വീട് പണിയണമെന്നല്ല, ഘട്ടം ഘട്ടമായിട്ട് പണി തുടങ്ങാലോ. മനോജിന് കൊടുത്ത പണം അവൻ തിരിച്ചു തരുന്നല്ലേ പറഞ്ഞത്. ആ പണം ഗഡുക്കളായിട്ട് വാങ്ങിയാ മതി. പിന്നെ ഞാൻ തരുന്ന പണം ഉണ്ടല്ലോ. എന്തായാലും ക്ഷേത്രത്തിൽ പോയി തിരുമേനിയെ കണ്ട് കല്ലിടിയിൽ ചടങ്ങിനുള്ള മുഹൂർത്തം കുറിച്ചു വാങ്ങണം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, അച്ഛന്റെ സ്വപ്നം നടക്കും. ഇതാര് ജഗനോ? ഇലക്ഷൻ അടുത്ത് വരുന്നോണ്ടായിരിക്കും ഇപ്പൊ ഏത് സമയവും ക്ഷേത്ര ദർശനം അല്ലേ? ഏയ് അതൊന്നും അല്ല മാധവേട്ട. ജഗന്റെ അമ്മ നല്ലൊരു ഈശ്വരവിശ്വാസിയാ. ഓരോ നേർച്ചകൾ നടത്താൻ പാവൻ ജഗനെ പറഞ്ഞു വിടുന്നതാ. സത്യം, ഓരോ നേർച്ചകള് സങ്കല്പിച്ചുണ്ടാക്കി അമ്മ എന്നെ ചുമതലപ്പെടുത്തും. അതെ, എന്നെ എന്നും ക്ഷേത്രത്തിലേക്ക് ഓടിച്ചു വിടാനുള്ള ഒരു അടവാണതെന്ന് എനിക്കറിയില്ലെന്നാ അമ്മയുടെ വിചാരം. അമ്മ പറയുന്നത് ജഗൻ അനുസരിക്കുന്നുണ്ടല്ലോ, അതൊരു നല്ല കാര്യമല്ലേ? ഞങ്ങൾക്കുണ്ടല്ലോ 2 ആൺമക്കള്. ക്ഷേത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കു പോലും ഇല്ല. അവരുടെയൊക്കെ ഭാര്യമാരും അങ്ങനെ തന്നെ. അല്ല, ഇന്ന് ഭാര്യയും ഭർത്താവും നല്ല ഹാപ്പി മൂഡിലാണല്ലോ. എന്തു പറ്റി? വന്ദനയുടെ കല്യാണം നടക്കുന്നില്ലല്ലോ എന്ന ടെൻഷനിലായിരുന്നു. വിവാഹം ഉറപ്പിച്ചതോടെ അതൊക്കെ മാറി. ഞങ്ങളുടെ വീടെന്ന സ്വപ്നം നടത്തിയെടുക്കാൻ പോവാ. അതിനേക്കാൾ വലിയ സന്തോഷം വേറെന്താ ഉള്ളത്? അല്ല, സ്വപ്നം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ അതിന്റെ ആദ്യപടിയായി കല്ലിടൽ കർമ്മം നടത്തണം. തിരുമേനിയെ കണ്ട് അതിനുള്ള മുഹൂർത്തം കുറിച്ച് വാങ്ങിക്കാനാണ് ഞങ്ങൾ വന്നത്. നന്നായി. ഇതൊരു ശുഭകാര്യമാണല്ലോ. അല്ല, തിരുമേനിയെ കാണാൻ ഞാനും വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.